ഒരിക്കലൊരു അധ്യാപകൻ 100-ലധികം വരുന്ന വിദ്യാർത്ഥികളുള്ള ഒരു സദസ്സിൽ അദ്ദേഹം ഒരു ചോദ്യം ഇങ്ങനെ അവരോട് ചോദിച്ചു. തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് താൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ നോട്ട് ആവശ്യമുണ്ട്? അവരെല്ലാവരും ഒരുപോലെ കരങ്ങൾ ഉയർത്തി. ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അടുത്തതായി ചെയ്തത് ആ നോട്ട് തൻ്റെ കൈക്കുള്ളിൽ ഞെരിച്ചമർത്തി. എന്നിട്ട് അവരോട് വീണ്ടും ചോദിച്ചു, എത്ര പേർക്ക് ഇനി ഈ നോട്ട് ആവശ്യമുണ്ട്? അവരെല്ലാം ഒരുപോലെ വീണ്ടും അതേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്കത് വേണം. മൂന്നാമതായി താൻ തൻ്റെ കയ്യിൽ വെച്ച് ഞെരിച്ചമർത്തിയ നോട്ട് താഴേക്കിട്ടു. ഇട്ടിട്ട് വീണ്ടും ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ നോട്ട് ആവശ്യമുണ്ട്? അവർ വീണ്ടും അതേപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നോട്ട് ആവശ്യമുണ്ട്. മൂന്നാമതായി താൻ താഴെ കിടന്ന ആ നോട്ടിൻ്റെ മുകളിൽ വലിയൊരു ഭാരം എടുത്തു വെച്ചിട്ട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് വേണം? വീണ്ടും ഒരുപോലെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നോട്ട് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ഈ നോട്ട് വേണം. നാലാമതായി അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന താഴേക്കിട്ട ഞെരിച്ചമർത്തിയ ഭാരമെടുത്തു വെച്ച ആ നോട്ട്, വളരെ മനോഹരമായിരുന്നൊരു നോട്ട്, ഷെയ്പ്പൊക്കെ മാറി വികൃതമായിരിക്കുന്നു, അതെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൈ ചൂണ്ടിയിട്ട് ചോദിച്ചു, ആ നോട്ട് ഇപ്പോൾ എത്ര പേർക്ക് ആവശ്യമുണ്ട്? അവരെല്ലാം വീണ്ടും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ആ നോട്ട് വേണം. അദ്ദേഹം അവരോട് ചോദിച്ചു, ഞാൻ ആ നോട്ട്, മനോഹരമായിരുന്ന നോട്ട് ഞെരിച്ചമർത്തി, അതിനെ താഴേക്ക് വലിച്ചെറിഞ്ഞു, അതിൻ്റെ മുകളിൽ ഭാരമെടുത്തു വെച്ചു, അതിനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ വികൃതമാക്കിയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ നോട്ട് ആവശ്യമാണ് എന്ന് ചോദിച്ചു. അവരൊരേ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, അത് മൂല്യമുള്ളതാണ്, താങ്കൾ ഇനി എന്തെല്ലാം ചെയ്താലും അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് മറുപടി പറയുവാനിടയായി. വളരെ അർത്ഥവത്തായ ഒരു ചിന്ത, ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ചിന്തയായതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ. സത്യത്തിൽ ജീവിതവും ഇത് തന്നെയല്ലേ? പലപ്പോഴും ആളുകൾ ഞെരിച്ചമർത്തിയാലും വലിച്ചെറിഞ്ഞാലും ഭാരമേറിയ വിഷയങ്ങൾ എടുത്തു വെച്ചാലും ദൂരേക്ക് വലിച്ചെറിഞ്ഞാലും എൻ്റെയും നിങ്ങളുടെയും മൂല്യം കുറഞ്ഞു പോകുന്നില്ല, വില കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. വലിച്ചെറിയപ്പെടുന്നത് കൊണ്ടും ഞെരിച്ചമർത്തപ്പെടുന്നത് കൊണ്ടും അടിച്ചു താഴ്ത്തപ്പെടുന്നത് കൊണ്ടും ഒന്നും നമ്മുടെ മൂല്യങ്ങൾ നഷ്ടമാകുന്നില്ല, നമ്മുടെ വില നഷ്ടമാകുന്നില്ല. കാര്യം നിങ്ങളുടെ മൂല്യവും വിലയും നിശ്ചയിച്ചിരിക്കുന്നത് മാനുഷികമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല, ദൈവമാണ്. ദൈവസൃഷ്ടിയായ താങ്കളുടെ മൂല്യം നിർണയിക്കുന്നതും മൂല്യം നിശ്ചയിക്കുന്നതും മൂല്യം നിലനിർത്തുന്നതും ആ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നിലവാരത്തിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങളോ ആരെങ്കിലുമൊക്കെ പറഞ്ഞ അപഹാസ്യങ്ങളോ ആരെങ്കിലുമൊക്കെ ചെയ്ത ഏതെങ്കിലും പ്രവർത്തികൾ കൊണ്ട് ജീവിതത്തിൽ നഷ്ടമായി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഈ ചിന്ത വീണ്ടും നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം നിങ്ങളിലേക്ക് തരുന്നതിന് കാരണമായി തീരട്ടെ. നമ്മൾ വിലയേറിയവരാണ്, മൂല്യമുള്ളവരാണ്. ആരെങ്കിലും ഞെരിച്ചമർത്തിയാലും ആരെങ്കിലും എടുത്തെറിഞ്ഞാലും ആരെങ്കിലും നഷ്ടപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിയാലും തീരുന്നതല്ല നിങ്ങളുടെ വില, നിങ്ങളുടെ മൂല്യം. നിങ്ങൾ വിലയേറിയവരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ മൂല്യത്തെ തിരിച്ചറിഞ്ഞ് മൂല്യമുള്ളവരാണ്, വിലയേറിയവരാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന് പ്രയോജനകരമായൊരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു.